ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാൾ. ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂതമതവിശ്വാസികൾ ഒരുപോലെ ആദരിക്കുന്ന പ്രവാചകൻ, ഖലീലുള്ള അഥവാ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെ തകർത്ത് ഏകദൈവ വിശ്വാസത്തിൻ്റെ കൊടിമരമുയർത്തിയ ആ മഹാന്റെ യഥാർത്ഥ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ബാബിലോണിയയിലെ പവിത്രമായ ഒരു കുടുംബത്തിലായിരുന്നു ഇബ്രാഹിം നബിയുടെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് ആസർ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. എന്നാൽ കൊച്ചുനാൾ മുതലേ ബുദ്ധിമാനായിരുന്ന ഇബ്രാഹിം നബിക്ക് ഈ വിഗ്രഹങ്ങൾ ദൈവമാകുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും അദ്ദേഹം നിരീക്ഷിച്ചു. ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒന്നുമല്ല ദൈവം, മറിച്ച് ഇവയെയെല്ലാം പടച്ചവനാണ് യഥാർത്ഥ രക്ഷിതാവ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സത്യം മനസ്സിലാക്കിയ ഇബ്രാഹിം നബി തൻ്റെ നാട്ടുകാരെയും പിതാവിനെയും സത്യത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവർ അത് നിരാകരിച്ചു. ഒരു പെരുന്നാൾ ദിനത്തിൽ നാട്ടുകാരെല്ലാം നഗരത്തിന് പുറത്തുപോയ സമയം നോക്കി ഇബ്രാഹിം നബി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും വലിയ ഒരു വിഗ്രഹമൊഴികെ ബാക്കിയെല്ലാ വിഗ്രഹങ്ങളും തകർക്കുകയും ചെയ്തു. തിരികെ വന്ന നാട്ടുകാർ ഇബ്രാഹിം നബിയെ ചോദ്യം ചെയ്തപ്പോൾ ആ വലിയ വിഗ്രഹത്തോട് തന്നെ ചോദിക്കൂ എന്ന അദ്ദേഹത്തിൻ്റെ മറുപടി അവരുടെ അന്ധവിശ്വാസത്തിൻ്റെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു. കോപിഷ്ഠനായ നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബിയെ ജീവനോടെ കത്തിക്കാൻ ഉത്തരവിട്ടു. ഭീമാകാരമായ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കപ്പെട്ടു. എന്നാൽ ആ കത്തുന്ന തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അള്ളാഹു കൽപ്പിച്ചു, ഓ തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാവുക. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പോറൽ പോലും ഏൽക്കാതെ ഇബ്രാഹിം നബി ആ തീയിൽ നിന്നും പുറത്തു വന്നു. നാടുവിട്ട ഇബ്രാഹിം നബി സിറിയയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും പലായനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു. പ്രായാധിക്യത്തിൽ ജനിച്ച തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെയും പത്നി ഹാജറയെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിലെ വിജനമായ താഴ്വരയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അവിടെ നിന്നുമാണ് പുണ്യതീർത്ഥമായ സംസം ഉറവയെടുത്തത്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം തൻ്റെ പ്രിയപുത്രനെ ബലി നൽകാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിന് പൂർണ്ണ സമ്മതം നൽകി. തൻ്റെ രക്ഷിതാവിനോടുള്ള അനുസരണത്തിൽ അവർ വിജയിച്ചപ്പോൾ അള്ളാഹു ആ ബലിക്ക് പകരമായി ഒരു ആടിനെ നൽകി. ഈ സംഭവത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പിന്നീട് പിതാവും മകനും ചേർന്ന് അള്ളാഹുവിൻ്റെ ഭവനമായ കഅബ പുനർനിർമ്മിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ആരാധനയ്ക്കായി അവിടെ എത്തണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. ഹജ്ജ് കർമ്മങ്ങളിലെ ഓരോ ചടങ്ങും ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ സ്മരണകളാണ്. അനുകരണീയമായ ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം നബിയുടേത്. പരീക്ഷണങ്ങളിൽ തളരാതെ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച ആ പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, ദൈവകൽപ്പനകൾ ശിരസാവഹിക്കുക.